തൃശൂർ റൗണ്ടിലേക്ക് സ്വാഗതം. തൃശൂരിന്റെ കാഴ്ചകൾ, ചരിത്രം, സംസ്കാരം, കല. തൃശൂർ പൂരത്തിനൊരു പ്രത്യേകതയുണ്ട്. 10 ദേവീദേവന്മാർ പങ്കെടുക്കുന്ന ഒരു പൂരമാണല്ലോ. 2 ശാസ്ത്രജ്ഞന്മാരും 8 ദേവിമാരും പങ്കെടുക്കുന്ന പൂരമാണ്. പക്ഷെ ആ പൂരത്തിൽ ഈ എല്ലാ ദേവീദേവന്മാരും ചേർന്ന് ഒരു കൂട്ടി എഴുന്നള്ളിപ്പില്ല. അങ്ങനെ ഒരു എല്ലാ ദേവീദേവന്മാരും ഒറ്റയ്ക്ക് വന്ന് പോവാണ്. തിരുവമ്പാടിയും പാറയമേക്കാവും അഭിമുഖം കാണുന്നു എന്നല്ലാതെ, പരസ്പരം കാണുന്നു എന്നല്ലാതെ, കുടമാറുന്നു എന്നല്ലാതെ മറ്റു ദേവീദേവന്മാരൊന്നും ഈ പൂരത്തിൽ പങ്കുചേരുന്നില്ല. അവർ വരികയും അവർ പോവുകയും ചെയ്യും. പക്ഷേ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ ദിവസം പണ്ട് ശക്തൻ്റെ കാലത്ത് തൃശ്ശൂരിലൊരു പൂരം നടന്നിരുന്നു. ഒരു വലിയ പൂരം. അതിൻ്റെ പേരാണ് കോലോത്തും പൂരം, അല്ലെങ്കിൽ കോവിലകം പൂരം. ഈ പൂരത്തിൻ്റെ പ്രത്യേകത, ശക്തൻ്റെ കൊട്ടാരത്തിന് മുമ്പിൽ പറ നിറയ്ക്കാൻ വന്ന് ഓരോ ക്ഷേത്രത്തിൻ്റെയും ആനകൾ വന്ന് വണങ്ങിപ്പോകുന്ന ചടങ്ങുണ്ടായിരുന്നു. ഈ ചടങ്ങ് പിന്നീട് വികസിച്ച് അത് കോലോത്തും പൂരമായി മാറി. കോലോത്തും പൂരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ശക്തൻ തമ്പുരാൻ്റെ നടക്കിൽ നിന്നും അശോകേശ്വരം ക്ഷേത്രത്തിൻ്റെ മുമ്പിലും കൊണ്ടാടപ്പെടുന്ന ഈ പൂരം ഇവിടെ നിന്ന് പിന്നീട് വടക്കുന്നാഥൻ്റെ മുമ്പിലെത്തി ഈ 10 ദേവീദേവന്മാരും അശോകേശ്വരൻ ദേവരും ചേർന്ന് അവിടെ ആഘോഷിക്കുകയാണ്. അങ്ങനെ തൃശ്ശൂർ പൂരത്തിനില്ലാത്ത ഒരു കൂട്ടിയെഴുന്നള്ളിപ്പുള്ള ഒരു പൂരമായിരുന്നു കോവിലകത്തം പൂരം. ആ കോവിലകത്തം പൂരമാണ് ഇവിടെ അന്യം നിന്നു പോയത്. പിന്നീട് ആകെ ഉണ്ടായൊരു ആഘോഷം അത് 1803-ലോ 4-ലോ ആണ്. ആ വർഷം ഇവിടെ തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയം ശക്തൻ തമ്പുരാൻ ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. കാരണം ആ സമയത്ത് അദ്ദേഹം രോഗബാധിതനായിരുന്നു. അതുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ നിന്ന് വഞ്ചിക്കടവ് വഴി വള്ളങ്ങളിലൂടെ അതിൻ്റെ അനുബന്ധ സാധനങ്ങളെല്ലാം ഇവിടെ എത്തിച്ച് ഗംഭീരമായിട്ട് തൃശ്ശൂരിൽ അദ്ദേഹം അത്തച്ചമയം നടത്തി അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ. അതും തൃശ്ശൂരിൻ്റെ ഒരു വ്യത്യസ്തമായ ചരിത്രമാണ്.